അറബിക്കടലിൽ തീപിടിച്ച കപ്പൽ കടലിൽ മുങ്ങാൻ സാധ്യത. കപ്പൽ ഒരു വശത്തേക്ക് ചെരിയുന്നു. പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്താതിരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. 5 കപ്പലുകൾ കടലിൽ തുടരുകയാണ്. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നാവികരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടും. പൊള്ളലേറ്റ ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ കപ്പൽ മുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തെല്ലാം മുൻകരുതലുകളാണ് എടുത്തിട്ടുള്ളത്? മാത്രവുമല്ല, ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും കത്തി നശിച്ച നിലയിലാണ്. സമഗ്രമായ വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, അതായത് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് കപ്പൽ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അത് കുറച്ചുകൂടി സമയമെടുക്കുന്നതോടുകൂടി ആ ഭാഗത്തേക്ക് കൂടുതൽ ചരിയാൻ സാധ്യതയുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അങ്ങനെ വന്നാൽ കപ്പൽ മുഴുവനായും കടലിനുള്ളിലേക്ക് താഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് നിന്നാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലടക്കം വെള്ളം ആ കപ്പലിലേക്ക് തളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നിലവിൽ കപ്പൽ ചെരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ കപ്പൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഈ കപ്പൽ ഏതെങ്കിലും ഘട്ടത്തിൽ മുങ്ങുകയാണെങ്കിൽ കപ്പലിനകത്ത് ഇതിനോടകം തന്നെ 600-ലധികം കണ്ടെയ്നറുകൾ ഉണ്ട്. അതിൽ 25 കണ്ടെയ്നറുകൾ മാത്രമാണ് കടലിൽ പതിച്ചിരിക്കുന്നത്. ബാക്കി കണ്ടെയ്നറുകളൊക്കെ തന്നെ ഇപ്പോഴും കപ്പലിനകത്തുണ്ട്. അതിൽ പകുതിയിലധികം കണ്ടെയ്നറുകളും കത്തി നശിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവ അങ്ങനെ കപ്പൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കടലിലേക്ക് പതിക്കും. മാത്രമല്ല, ഈ കണ്ടെയ്നറിനകത്ത് ഉള്ള വസ്തുക്കളൊക്കെ തന്നെ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ് എന്ന് അധികൃതർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ വെള്ളവുമായും അതേപോലെ തന്നെ വായുവുമായൊക്കെ തന്നെ സമ്പർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിയിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഒക്കെ തന്നെ കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടെയുള്ള ഈ കോസ്റ്റ് ഗാർഡിന്റെയും നേവി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രധാന ലക്ഷ്യം ഏത് വിധേനയും കപ്പൽ മുങ്ങാതെ സംരക്ഷിക്കുക എന്നതാണ്. പക്ഷേ അത് അത്യന്തം ശ്രമകരമാണ്. കാരണം ഈ കപ്പലിനടുത്തേക്ക് എത്തിച്ചേരാൻ ഇതുവരെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം കപ്പലിനകത്ത് നിന്ന് പൊട്ടിത്തെറിയും അതുപോലെ തന്നെ തീയും അത്യുഗ്രമായി തന്നെ പടരുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് വിഷപ്പുക, ആ ഭാഗത്ത് മുഴുവൻ പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഇതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചുകൊണ്ടാണ് നിലവിൽ 7 കോസ്റ്റ് ഗാർഡിന്റെ 7 കപ്പലുകളാണ് ആ പ്രദേശത്ത് ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ 7 കപ്പലുകളും ഈ കപ്പലിനോട് ചേർന്നിട്ടുള്ള ഈ വാൻഹായ് 503 എന്ന് പറയുന്ന തീപിടുത്തമുണ്ടായ കപ്പലിനടുത്ത് നിന്ന് ഏറെ അകലം പാലിച്ചുകൊണ്ടാണ് ഈ രക്ഷാദൗത്യം നിർവഹിക്കുന്നത്. മറ്റൊന്ന്, ഈ കപ്പലിലെ കാണാതായ 4 ജീവനക്കാരുണ്ട്. ആ 4 ജീവനക്കാരെ കുറിച്ചും ഒരു വിവരവും ഈ സമയമായിട്ടും ഇല്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ അധികൃതർ ഒരു അനുമാനത്തിലെത്തുന്നത്. ഇവർ കപ്പലിനകത്ത് പെട്ടുപോയിരിക്കാം എന്നതാണ്. അതായത് ആ സമയത്ത് പുറത്തേക്ക് രക്ഷപ്പെട്ട് ഇവർക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേരെ മംഗലാപുരത്ത് ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ഇതിൽ നിന്ന് പൊള്ളലേൽക്കാത്ത 12 പേരുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ ഈ ആദ്യഘട്ടത്തിൽ ഇവർ നിന്നിരുന്ന, അതായത് ഇപ്പോൾ കാണാതായിരിക്കുന്ന ഈ 4 ഇന്തോനേഷ്യൻ, മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ നിന്നിരുന്ന ആ ഡക്കിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏതെങ്കിലും തരത്തിൽ ആ ഡക്കിനകത്ത് പെട്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഈ കപ്പലിലെ ജീവനക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഈ കപ്പലിനകത്ത് തീ പടർന്നിരിക്കുന്നത്, ഈ അപകടത്തിന്റെ കാരണം എന്താണ്, അതിനെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇപ്പോൾ ഈ ജീവനക്കാരിൽ നിന്ന് ആരായുന്നത്. അതിൽ നിന്നും ഈ കപ്പലിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ഡക്കിൽ നിന്ന് തീ ഉയരുകയായിരുന്നു എന്ന് മാത്രമുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യവും ഒക്കെ തന്നെ തുടരുകയാണ് എന്നതാണ്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് നിർണായകമാണ്. കാരണം കപ്പൽ ഈ വലതുവശത്തേക്ക് ചരിഞ്ഞ അവസ്ഥയിലാണുള്ളത്. ആ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ഈ കപ്പലിലേക്ക്, ഈ
വാൻഹായ് 503 എന്ന ഈ കത്തി നശിക്കാറായിട്ടുള്ള ഈ കപ്പലിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനിയും ഈ കപ്പൽ മുങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നിമിഷവും ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത, ഈ കപ്പലിനകത്ത് നിന്ന് ഇന്ധന ചോർച്ച ഉണ്ടായിട്ടില്ല എന്നതാണ്. അങ്ങനെ ഇന്ധന ചോർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം അത് വലിയ രീതിയിൽ ഇരട്ടിക്കും. ഒരു രീതിയിലുമുള്ള ഇന്ധന ചോർച്ച ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അല്പം തീ ശമിക്കുകയാണെങ്കിൽ ഈ കപ്പലിനെ, ഈ വാൻഹായ് 503 എന്ന ഈ കപ്പലിനെ അവിടെ നിന്ന് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. മറ്റൊന്ന്, ഈ കണ്ടെയ്നറുകളെയും ഡക്ക് ഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമവുമാണ് നടക്കുക. ഏറെ ഈ വായുവുമായും അതുപോലെ തന്നെ വെള്ളവുമായും ഒക്കെ തന്നെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ വലിയ പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ഈ കപ്പലിനകത്തെ ഈ കണ്ടെയ്നറിനുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ കപ്പലിൽ 200 ടൺ ഇന്ധനമാണ് ഉള്ളത്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ, സൂചനകൾ പ്രകാരം ഈ തീ ഇന്ധന ടാങ്കിനകത്തേക്ക് അടുത്തേക്ക് പടരുന്നു എന്ന രീതിയിലുള്ള വളരെ ആശങ്കാജനകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഈ കപ്പൽ അറബിക്കടലിൽ ഉയർത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ ഇന്നലെയുള്ള സൂചനയനുസരിച്ച് 20 കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത്. അതിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ചില വ്യക്തതകളൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തുന്നുണ്ട്, സാമൂഹിക പ്രശ്നം ഉയർത്തുന്നുണ്ട്. അങ്ങനെ സുരക്ഷാ ഭീഷണി പോലും ഉയർത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ കപ്പലിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ. അങ്ങനെയല്ലേ ഈ ഘട്ടത്തിൽ വിലയിരുത്തി പോകേണ്ടത്? തീർച്ചയായും നീലിമ, അതായത് ഏറെ ആശങ്കയുയർത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കപ്പലിനകത്തുള്ള ആ 600 കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകളിൽ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ് ഉള്ളത് എന്ന് ഈ പുറത്തു വന്നിട്ടുണ്ട്. ഈ വസ്തുക്കൾ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, ഈ പല കണ്ടെയ്നറുകൾ, ആ കണ്ടെയ്നറുകളിൽ ആസിഡ് ഉണ്ട്, ഗൺ പൗഡർ ഉണ്ട്, ലിഥിയം ബാറ്ററി ഉണ്ട്, ടർപ്പന്റൈൻ ഉണ്ട്, വാർണിഷ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, മീഥൈലുണ്ട്, അമോണിയം ഉണ്ട്. അങ്ങനെ ഇതിലുള്ള ഈ 600 കണ്ടെയ്നറുകളിൽ ചിലതിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളുണ്ട്. അതിൽ 157 കണ്ടെയ്നറുകൾ, ഈ കണ്ടെയ്നറുകൾ അത്യന്തം മാരകമായ വസ്തുക്കളാണ് ഉള്ളത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ കണ്ടെയ്നറുകൾ കരയിലേക്ക് പതിക്കുകയോ അല്ലെങ്കിൽ വെള്ളവുമായി വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കും. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഈ കപ്പലിൽ നിന്ന് കടലിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറുകളെ സുരക്ഷിതമായി തന്നെ ഈ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം, അതിനുള്ള ദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ചില കണ്ടെയ്നറുകൾ കടലിനടിയിലേക്ക് ആഴത്തിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് എന്ന് കൂടി അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരമുണ്ട്. എന്തായാലും ഏതെങ്കിലും ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഊർജിതമായി തുടരുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഇത് മുഴുവനായും തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ വാൻഹായ് 503 എന്ന കപ്പലിനടുത്തേക്ക് എത്താൻ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് കഴിയില്ല എന്നതാണ്. കാരണം ഈ കപ്പലിനകത്ത് നിന്ന് ശക്തമായ വിഷപ്പുക ഉയരുന്നുണ്ട്, ഈ തീ ആളിപ്പടരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനം നടക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി കപ്പലിൽ നിന്ന് ഈ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കടലിലേക്ക് കണ്ടെയ്നറുകൾ പതിക്കുമ്പോൾ അത് ഓളങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ രക്ഷാദൗത്യത്തിന് ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ തന്നെയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസം മറ്റൊരിടത്ത് ഇത്തരത്തിലൊരു കപ്പൽ ഈ രീതിയിലൊരു കപ്പലിൽ തീപിടുത്തമുണ്ടായ സമയത്ത് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കപ്പലിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ്. ഇത് കരയല്ല, കടലാണ്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ ഏറെയാണ്. പക്ഷെ ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി ഏത് വിധേനയും ആ കപ്പലിലെ തീ അണയ്ക്കുക, ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കമുള്ള അതിനൊക്കെ തന്നെ കൃത്യമായി മുൻകരുതൽ എടുക്കുക, ഏത് വിധേനയും ഈ കാണാതായിട്ടുള്ള 4 ഈ കപ്പൽ ജീവനക്കാരെ കണ്ടെത്തുക, അതൊക്കെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മുന്നിലുള്ളത്. പക്ഷേ അനഘ, വലിയ വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. കപ്പൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അനഘയാണ് സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത്.